നമസ്കാരം. ഞാൻ ശശിധരൻ കോഴിമല. ഹലോ, എന്നെ കേൾക്കുന്ന വ്യക്തി, എങ്ങനെ ജനിച്ചാലും ഒരു വിഷയം ദൈവത്തിനും പ്രകൃതിക്കുമില്ല. നിങ്ങൾ ഏത് രൂപത്തിൽ, ചെടിയായി, മരമായി, മൃഗമായി, മത്സ്യമായി, എങ്ങനെ ജനിച്ചാലും നിങ്ങൾ നിങ്ങളുടെ കടമ ചെയ്യണം. മനുഷ്യരൊഴികെ എല്ലാ ചരാചരങ്ങളും തങ്ങളുടെ കടമ അണുതെറ്റാതെ ചെയ്യുന്നു. കുറേ മനുഷ്യർ മാത്രം കടമകളും കർത്തവ്യങ്ങളും മറന്ന് പൈശാചിക ശക്തികൾക്ക് അടിമകളായി ജീവിക്കുന്നു. കുറ്റം ആരുടേതാണ്? ചുമ്മാതെ കുറ്റം ചാരുക ആരുടെയുമല്ല, സ്വന്തം കുറ്റമാ. ഈ കുറ്റം അനന്തര തലമുറകൾക്കും ഇത് കേൾക്കുന്നവർക്കും ഉണ്ടാകാതിരിക്കാൻ തയ്യാറാണോ? ഇല്ലെങ്കിൽ തയ്യാറാകുമോ? ഹലോ, മനുഷ്യവേഷത്തിൽ ജനിച്ചവരെ, നിങ്ങൾ ശ്രേഷ്ഠരാണ്. ശ്രേഷ്ഠർ കാരണം നിങ്ങളിൽ വലിയവനായ ദൈവത്തിൻ്റെ ശക്തി അടങ്ങിയിരിക്കുന്നു, കുടികൊള്ളുന്നു. ആ ശക്തിയെ ഉണർത്തി വളർത്തണം. അഗ്നി എന്തിന് ഒത്തിരി, ഇത്തിരി പോരെ. ബുദ്ധി എന്തിന് ഒത്തിരി, ഇത്തിരി പോരെ. എല്ലാം ധാരാളം വേണ്ട, അല്പം മതി. ആ അല്പത്തെ അവനവൻ്റെ ശക്തിയും കഠിന പരിശ്രമം വേണം. പരിശ്രമം പോരാ, കഠിന പരിശ്രമവും ഉപയോഗിച്ച് വളർത്തണം. നന്മയ്ക്കായി, ലോക നന്മയ്ക്കായി, അനന്തര തലമുറയുടെ നന്മയ്ക്കായി, നമ്മുടെ എല്ലാം അനന്തര തലമുറകൾക്ക് വേണ്ടി. ഒരു എക്സാമ്പിൾ പറയാം. താമരച്ചെടിയെ നോക്കൂ, ചേറിലാണ് വളരുന്നത്. ആകർഷണീയമായ നിറവും മണവും അത് ലോകത്തിനേകുന്നു അതിൻ്റെ പൂക്കൾ. ഒരിക്കലും ഒരു താമരയും പറഞ്ഞിട്ടില്ല എൻ്റെ ചുവട്ടിൽ ആകർഷണീയമായ നിറവും മണവും കൊണ്ടിടണമെന്ന്. അതിന് ചുറ്റിലുമുള്ള ചേറിൽ ഇതെല്ലാം കിടക്കുന്നു. ആവശ്യമുള്ളതും വേരുകളിലൂടെ വലിച്ചെടുക്കുന്നു, അത്യാവശ്യമില്ലാത്തതിനെ തിരസ്കരിക്കുന്നു. ഇതുപോലെ മനുഷ്യരായ നമ്മളും ചുറ്റിലും എന്തൊക്കെ ഉണ്ടെങ്കിലും ആവശ്യമായതിനെ മാത്രം സ്വീകരിക്കുക, ആവശ്യമില്ലാത്തതിനെ തിരസ്കരിക്കുക. എനിക്ക് കഴിവില്ല, അഴകില്ല, ബുദ്ധിയില്ല, ധനമില്ല എന്ന് വിചാരിച്ച് സങ്കടപ്പെടരുത്. ഉള്ളത് നല്ലപോലെ ഉണർത്തി വളർത്തുക. ഒന്നുമില്ലെങ്കിലും വലിയവനായ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളിൽ കുടികൊള്ളുന്നില്ലേ? ആ ശക്തിയെ ഉണർത്തി വളർത്തിയാൽ എല്ലാം മുറ പോലെ വരും. നമസ്കാരം. ശശിധരൻ കോഴിമല. നിങ്ങളിത് ഷെയർ ചെയ്യണം. നിങ്ങൾ ഒരു ഇടുങ്ങിയ ചിന്താഗതിക്കാരാകരുത്. ഇത് മുഴുവൻ കേട്ട ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ, സാധാരണ കേൾക്കാറില്ല, എനിക്കറിയാം. ഒത്തിരി വീഡിയോ ഇട്ടു, ആരും മുഴുവൻ കേട്ടു? ആരും കേൾക്കുന്നില്ല. ഒന്നാമത് എല്ലാവർക്കും സമയമില്ല, അതൊരു വേറൊരു കാര്യം. കാരണം ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ രാവിലെ മുതൽ അന്തി വരെ കഷ്ടപ്പെടുന്നവരാ ഭൂരിഭാഗം ജനങ്ങളും. അവരെ ചൂഷണം ചെയ്യുന്ന കുറച്ച് പേരുണ്ട്, അവർക്ക് ജീവിക്കാൻ വേണ്ടി. അത് പോട്ടെ. അപ്പം നിങ്ങൾ ഇത് കേട്ടിട്ട് നിങ്ങളിത് മറ്റൊരാൾക്കൂടെ ഷെയർ ചെയ്യണം. ഭൂമിയിൽ വെള്ളമാണ് കൂടുതൽ, ഭൂമിയിൽ ദുഃഖിതരാണ് കൂടുതൽ. ദുഃഖിതരും പീഡിതരും നിന്ദിതരും നിരാശ്രിതരും നിർധനരും ധാരാളമുള്ള ഈ ഭൂമി. നമ്മളോ ഇങ്ങനെയൊക്കെയായി. നമ്മുടെ അനന്തര തലമുറയെങ്കിലും ദുഃഖിതരും പീഡിതരും നിന്ദിതരും നിരാശ്രിതമാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോകളെല്ലാം ഇടുന്നത്. ആര് ശ്രദ്ധിക്കാൻ, ആര് കേൾക്കാൻ? മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കാരും കേൾക്കുന്നില്ല. ഞാനിത് ലോകത്തോടാ പറയുന്നത്. ഈ കോഴിമല, ഈ പട്ടി വേറെ മൂലയിൽ ഇരുന്നുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നതെങ്കിലും ഏതെങ്കിലും കുറച്ച് നല്ല മനുഷ്യരെങ്കിലും ഇത് കേൾക്കും. വോയിസ് ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയിലേക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാം. എൻ്റെ ഫോണിൽ അതിനുള്ള സൗകര്യമില്ല, ഇത് പൊട്ട ഫോണാണ്. ഈ പൊട്ട ഫോൺ വെച്ചുകൊണ്ടാണ് ഈ കളിയെല്ലാം ഞാൻ നടത്തുന്നത്. അപ്പം നിങ്ങൾ ഇത് വോയിസ് ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യണം. പ്ലീസ് ട്രാൻസ്ലേറ്റ് ദിസ് വോയിസ് ഇൻറ്റു വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ വോയിസ് ട്രാൻസ്ലേറ്റർ ആൻഡ് ട്രാൻസ്ലേറ്റ് ഷെയർ ഓൾ ദ പീപ്പിൾ ഇൻ ദ വേൾഡ്. എൻ്റെ എല്ലാ വീഡിയോകളും ഇതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും കൊടുക്കാൻ ഞാൻ അപേക്ഷിക്കുകയാണ്. സന്മനസ്സുള്ളവരും ഇടുങ്ങിയ ചിന്താഗതിക്കാരല്ലാത്തവരും
ഞാനും എൻ്റെ 100 കോടി തലമുറയും അല്ല നന്നാകേണ്ടത്. ഭൂമിയിലെ എല്ലാ മനുഷ്യരും